ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ഈ സഭയിൽ എനിക്ക് നൽകിയ അവസരത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. ബഹുമാന്യ രാജൻ പാസ്റ്റർ കുടുംബം, വേദിയിലായിരിക്കുന്ന ദൈവദാസന്മാർ, കടന്നു വന്ന ദൈവജനം, എല്ലാവർക്കും കർത്താവിൽ വന്ദനം അറിയിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 7-ാം ദിവസം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ ഇരിക്കേണ്ടതിന് ആയുസ്സും അനുവാദവും കർത്താവ് നമുക്ക് നൽകി. സ്തോത്രം. ഈ ഭൂമിയിൽ നമുക്ക് വളരെ ഹ്രസ്വമായ ജീവിത കാലയളവാണ് കർത്താവ് അനുവദിച്ചിരിക്കുന്നത്. ഇടത്തോട്ട് ചവിട്ടിയാലും വലത്തോട്ട് ചവിട്ടിയാലും ദൈവം അനുവദിക്കുന്ന ആ നാളുകളും കാലങ്ങളും മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ ചരിക്കുവാൻ കഴിയുകയുള്ളൂ. വളരെ ഞെട്ടലുളവാക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾ ഈ 2024 നാം കണ്ടു കഴിഞ്ഞു, കേട്ട് കഴിഞ്ഞു. സ്തോത്രം. എന്തെന്തെന്തെന്ത് അനർത്ഥങ്ങൾ. സ്തോത്രം. മനുഷ്യർക്ക് ഭൂമിയിൽ ജീവിക്കാൻ പേടി തോന്നുന്ന നിലയിലുള്ള സംഭവങ്ങളാണ് നടമാടിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലേക്കെത്തുന്നു. അന്യ നാട്ടിലെ ആളുകൾ, കുറുവ സംഘം പോലെയുള്ള ആളുകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു. മനുഷ്യ ജീവനെ വേട്ടയാടുന്നു. അപകട മരണങ്ങൾ. സ്തോത്രം. അങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ. ഈ കഴിഞ്ഞ ദിവസത്തെ മഴയുടെ കെടുതിയിൽ പോണ്ടിച്ചേരിയൊക്കെ വെള്ളത്തിനകത്തായി. ഇപ്പോഴും ഞങ്ങളുടെ 1-2 കുഞ്ഞുങ്ങൾ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ പ്രാണരക്ഷാർത്ഥം ഓടി നാട്ടിലെത്തിച്ചേർന്നു. ചിലർക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഹോട്ടലുകളുടെ 2-ാം നിലയിലും 3-ാം നിലയിലൊക്കെ അവരോടി കയറി രക്ഷപ്രാപിച്ചു. വെള്ളം ഇറങ്ങുന്ന മുറയ്ക്ക് അവരൊക്കെ താഴേക്ക് വരും. ഇങ്ങനെ എന്തെല്ലാം ഓരോ ദിവസത്തെയും വാർത്തകൾ സത്യത്തിൽ നമ്മളെ അക്ഷരാർത്ഥത്തിൽ ഭാരപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതുമായ വാർത്തകൾ. ഇതൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എനിക്ക് വാട്സപ്പിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് വാട്സപ്പിൽ ഇട്ട് തന്നു. എന്നിട്ട് അതിൻ്റെ താഴെ എഴുതി ചോദിച്ചിരിക്കുക, പാസ്റ്ററെ റെഡിയാണോ പോകാൻ? അപ്പോൾ ഇട്ട് തന്ന വീഡിയോ ക്ലിപ്പ് റഷ്യയുടെ പ്രസിഡന്റ് പുടിൻ അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുക, 3-ാം ലോക മഹായുദ്ധത്തിനായി എല്ലാവരും ഒരുങ്ങുക. സ്തോത്രം. അണുവായുധ
പ്രയോഗങ്ങൾക്കായിട്ടൊക്കെ ഒരുങ്ങുക. ഇങ്ങനെ എവിടെ നോക്കിയാലും സമാധാനം നൽകുന്ന ഒന്നും കാണാനില്ല, കേൾക്കാനില്ല. ദൈവവചനം നമ്മൾ ഉടനീളം പരിശോധിക്കുമ്പോൾ കാണുന്നത് ഒരാണ്ടിൽ ഒരു വർത്തമാനവും പിറ്റേ ആണ്ടിൽ വേറൊരു വർത്തമാനവും. സ്തോത്രം. അതിങ്ങനെ മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുക. ഇതിൻ്റെ നടുവിൽ ഭയം കൂടാതെ പാർക്കുന്ന ഒരേ ഒരു ഗ്രൂപ്പേ ഭൂമിയിലുള്ളൂ. അത് കർത്താവിൻ്റെ മക്കളാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ മക്കൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ നടുവിലും ഭയം കൂടാതെ നിൽക്കാനും ഭയം കൂടാതെ ദൈവത്തെ പാടി മഹത്വപ്പെടുത്താനും ഒക്കെ കഴിയുന്നത് കർത്താവിൻ്റെ മക്കൾക്ക് മാത്രമാണ്. സ്തോത്രം. അടുത്ത വർഷം, പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ ഇനി ഏതാനും ചില ദിവസങ്ങൾ കൂടിയേ ഈ മാസത്തിൽ നമ്മുടെ മുമ്പിൽ ശേഷിക്കുന്നുള്ളൂ. സ്തോത്രം. ഇന്നലെ കണ്ട പലരും ഇന്ന് ഇല്ല, ഇന്ന് കാണുന്ന പലരും നാളെ ഇല്ല. സ്തോത്രം. നമ്മിൽ എത്ര പേർ പുതിയ വർഷത്തിൽ കാണുമെന്ന് ഒരു നിശ്ചയവുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇതെൻ്റെ കടശി ശുശ്രൂഷയാണോ, ഒരു വിധത്തിൽ പറഞ്ഞാൽ അതല്ലേ എന്നൊക്കെ ചിന്തിച്ചു പോകണം. ഈ കൂട്ടായ്മയിൽ ഇന്ന് പകലിൽ ഇരിക്കുമ്പോൾ ഒരു പക്ഷേ അടുത്ത രാത്രിയിലെ കൂട്ടായ്മയ്ക്ക് നമ്മൾ കാണുമോ എന്ന് നമുക്ക് ആർക്കും നിശ്ചയമില്ല. അതുകൊണ്ട് എപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നമുക്ക് കർത്താവിനോടുള്ളൊരു സ്നേഹത്തിൻ്റെ നിർബന്ധം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വ്യാപരിക്കുവാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ ഈ സഭയിൽ 3-ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. സ്തോത്രം. രാജൻ പാസ്റ്ററെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതെ, സ്തോത്രം. അവരുടെ മകൻ എന്നെ വളരെ സ്നേഹിക്കുന്ന ഒരു മകനാണ്. സ്തോത്രം. ആ കൂട്ടത്തിൽ ഈ സഭയെ ഓർക്കാറുണ്ട്. എല്ലാവരുടെയും പേരുകൾ എനിക്ക് നിശ്ചയമില്ല, എങ്കിലും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതെ, ഈ സഭയെ ഓർക്കാറുണ്ട്. അതൊക്കെ ദൈവം മുമ്പാകെ സത്യവും നീതിയുള്ളതുമാകുന്നത് കൊണ്ടാണ് ഇടയ്ക്കൊക്കെ ഈ ദൈവദാസൻ എന്നെ ഓർക്കുന്നതും ഇങ്ങനെ വിളിക്കുന്നതും. സ്തോത്രം. അല്ലാതെ മറ്റെന്ത് പ്രത്യേകതയാണ് ഉള്ളത്? സ്തോത്രം. അപ്പോൾ ദൈവം തരുന്ന അവസരമായി ഈ ദിനത്തെ കണ്ടുകൊണ്ട് അല്പസമയം നിങ്ങളെ ശുശ്രൂഷിക്കുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. വലിയ ഒരു പ്രാർത്ഥന നമുക്ക് ആവശ്യമുണ്ട്. ഉപവാസവും പ്രാർത്ഥനയും ഉള്ളിടത്ത് ഇരുട്ടിൻ്റെ ആധിപത്യങ്ങൾക്ക് കൊടികുത്തി വാഴാൻ സ്വർഗത്തിലെ ദൈവം അനുവാദം കൊടുക്കുന്നില്ല. സ്തോത്രം. അവനാലാവും വിധം ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ കർത്താവ് നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് വിജയം നമുക്ക് സുനിശ്ചയമാണ്. ഹല്ലേലൂയ. ആ വിശ്വാസത്തോടെ നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇന്ന് അതേ പകൽക്കാലം നമുക്ക് ആയിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാതുള്ളതു നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മാറാതുള്ളതു നിൻ വചനം മാത്രം. ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാതുള്ളതു നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും,
അന്നും ഇന്നും മാറാതുള്ളതു നിൻ വചനം മാത്രം. വചനത്തിൻ്റെ വിത്തു വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിൻ്റെ വിത്തു വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാതുള്ളതു നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മാറാതുള്ളതു നിൻ വചനം മാത്രം. ഇസ്രായേലേ ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. ഇസ്രായേലേ ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം ഫലമായിടും. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാതുള്ളതു നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മാറാതുള്ളതു തിരുവചനം മാത്രം. വചനത്തിൻ്റെ വിത്തു വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിൻ്റെ വിത്തു വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാതുള്ളതു നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മാറാതുള്ളതു നിൻ വചനം മാത്രം. വയലേലകളിൽ കതിരുകളായി വിളകൊയ്യാനായി അണിചേർന്നിടാം. വയലേലകളിൽ കതിരുകളായി വിളകൊയ്യാനായി അണിചേർന്നിടാം. കാതുണ്ടായിട്ടും എന്തേ കേൾക്കുന്നില്ല, മിഴികൾ സത്യം എന്തേ കാണുന്നില്ല. കാതുണ്ടായിട്ടും എന്തേ കേൾക്കുന്നില്ല, മിഴികൾ സത്യം എന്തേ കാണുന്നില്ല. പാടുക. ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാതുള്ളതു നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മാറാതുള്ളതു നിൻ വചനം മാത്രം. ഓ ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മാറാതുള്ളതു നിൻ വചനം മാത്രം. വചനത്തിൻ്റെ വിത്തു വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിൻ്റെ വിത്തു വിതയ്ക്കാൻ പോകാം,
സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം, വചനത്തിൻ്റെ വിത്തു വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 7-ാം ദിനത്തിൽ കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾ മനുഷ്യൻ്റെ ശബ്ദം കേട്ട് മടുത്ത് കിടക്കുന്നവരാണ്. പക്ഷെ വീഴാതെ ഇന്നും നിൽക്കുന്നത് കർത്താവിൻ്റെ ശബ്ദം ഞങ്ങളുടെ കാതുകൾക്ക് കേൾപ്പിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് ഞങ്ങൾ കർത്താവിൻ്റെ ശബ്ദം കേൾക്കണം. ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ സുഖമനുഭവിക്കുന്നതിനേക്കാൾ ഉപരി മനുഷ്യൻ്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത, ദൈവത്തിൻ്റെ കണ്ണുകൾക്ക് മാത്രം കാണാൻ കഴിയുന്ന ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ ഇന്ന് പകൽക്കാലം യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ ഉണർത്തപ്പെടുവാൻ, ശക്തി ആർജിക്കുവാൻ, യാഥാർത്ഥ്യങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ജീവൻ പ്രാപിക്കുവാൻ ഈ പകലിൽ അവിടുന്ന് ഞങ്ങളെ സഹായിക്കും. കർത്താവിൻ്റെ നാമം മഹിമപ്പെടണം. ഇന്ന് ഞങ്ങൾ ധ്യാനിക്കുന്ന വചനം കേൾവിക്കാരായ ജനത്തിൻ്റെ അതേ സ്മൃതി പദങ്ങളിൽ തങ്ങി നിൽക്കാൻ കർത്താവിടയാക്കണം. കേട്ട് അത് മറുഭാഗത്തു കൂടെ ഒഴുകിപ്പോകാൻ കർത്താവ് അനുവദിക്കരുത്. അത് ഹൃദയത്തിനുള്ളിൽ സേവ് ചെയ്യുവാൻ കർത്താവ് ഇടയാക്കണം. ഓരോരുത്തരുടെയും ബുദ്ധിയുടെ വളർച്ച വ്യത്യസ്തമാണല്ലോ. എന്നാൽ അവരവരുടെ കഴിവുകൾക്കും പ്രാപ്തിക്കും തിരിച്ചറിവുകൾക്കും ഒത്തവണ്ണം, ബുദ്ധിക്ക് ബോധ്യമാകും വണ്ണം ദൈവത്തിൻ്റെ ശബ്ദം ഓരോരുത്തർക്കും തിരിച്ചറിയാൻ ഇന്ന് പകലിൽ കർത്താവ് ഇടയാക്കണമേ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിൽ താഴുന്നു, കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥനയോടെ ബൈബിൾ തുറക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 7-ാമത് വാക്യം. സ്തോത്രം. മതി. സഹോദരന്മാർക്കും കൂടെ വായിക്കാമോ? ആ ആ ആ സ്തോത്രം. സ്തോത്രം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന്, അല്ലേ? അല്ലേ? അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന്. സ്തോത്രം. അപ്പോൾ ഇന്നും കർത്താവിൻ്റെ ആത്മാവ് സഭകളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. എല്ലാ സഭകളോടും പറയുമെന്ന് തോന്നുന്നില്ല. കർത്താവിൻ്റെ സഭയോട്, അല്ലേ? കർത്താവിൻ്റെ സഭയോട് കർത്താവിനെ അറിയത്തുള്ളൂ, അല്ലേ? കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ, അല്ലേ? സ്തോത്രം. അപ്പോൾ ഈ ഭൂമിയിൽ കർത്താവുമായി ഒരു ബന്ധവുമില്ലാത്തതായ സഭകളും ഉണ്ട്. സ്തോത്രം. എല്ലാ സഭകളും ഒന്നും
കർത്താവിൻ്റെ സഭയൊന്നും അല്ല. ഈ സഭ എന്ന് പറയുമ്പോൾ ഈ കെട്ടിടമല്ലല്ലോ, ആണോ? അല്ലല്ലോ, കെട്ടിടമല്ല അല്ലേ? നമ്മൾ ഓരോരുത്തരുമാണ് അല്ലേ? നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? സഭയെന്ന് പറയുന്നത് ഈ കെട്ടിടമല്ല, ആണോ? ആണോ ദൈവമക്കളെ? അല്ല. ചില ആളുകൾ പറയുന്നതുകൊണ്ട് ആ കാണുന്ന വെള്ള പെയിന്റ് അടിച്ച ബിൽഡിങ് കണ്ടോ, അതാണ് ഞങ്ങളുടെ സഭ. സ്തോത്രം. ഇത് നമുക്കൊന്നിച്ചു കൂടി വന്ന് മഴയും മഞ്ഞും ഒക്കെ ഏൽക്കാതെ ഇരുന്ന് കർത്താവിനെ കൊതി തീരെ മഹത്വപ്പെടുത്താൻ കർത്താവ് നമുക്ക് അനുവദിച്ച ഒരു താൽക്കാലിക ഷെൽട്ടർ മാത്രമാണ്. സ്തോത്രം. അപ്പം ഈ പുറമേ കാണുന്ന കെട്ടിടത്തിനല്ല സഭയൊന്നും ഒന്നും പറയുന്നത്, അത് നമ്മൾ ഓരോരുത്തരും കൂടുന്നതാണ്. സ്തോത്രം. അപ്പോൾ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഇങ്ങനെ മനസ്സിലാക്കാം, നമ്മളെ ഓരോരുത്തരെയും കർത്താവ് എന്ത് ചെയ്യും? ഹല്ലേലൂയ. ഓക്കെ ആണോ? നമ്മളെ കർത്താവ് എന്ത് ചെയ്യും? പണിയും. ദൈവമക്കളെ, മറ്റാരും പണിയുന്നതിനേക്കാൾ നല്ലതല്ലേ നമ്മുടെ കർത്താവ് നമ്മെ പണിയുന്നത്? സന്തോഷമുണ്ടോ? അല്ലേ? സ്തോത്രം. മനുഷ്യർ പണിതാൽ നമ്മളെ നേരെയാക്കാൻ ഒക്കുവോ? പറ്റുമോ? പറ്റില്ല. മനുഷ്യൻ പണിതാൽ അത് 100% പണിയായിരിക്കുമോ? ഇല്ല. പോരായ്മകളും ആകായ്മകളും താഴ്ചകളും ഒക്കെ അതിൻ്റെ മേൽ പ്രകടമാകും. എന്നാൽ നമ്മുടെ കർത്താവാണ് നമ്മെ പണിയുന്നതെങ്കിലോ? ഹല്ലേലൂയ. ഈ 2024 എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? കർത്താവ് എന്നെ പണിതാൽ. കർത്താവ് ആഗ്രഹിക്കുന്നത്, കർത്താവ് പറഞ്ഞ ആ പ്രയോഗം കണ്ടോ? ഞാൻ എൻ്റെ, അല്ലേ? കർത്താവ് പറയുക ഞാൻ എൻ്റെ, എൻ്റെ. അപ്പോൾ ആ ഒരു വാക്കിനകത്ത് ദൈവമക്കൾക്ക് ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ഹൃദയം കാണാൻ പറ്റുമോ? പറഞ്ഞാശയം മനസ്സിലാവുന്നോ? ആ സ്കൂട്ടർ ആരുടെയാ? ഫ്രണ്ടിലിരിക്കുന്ന സ്കൂട്ടർ ആരുടെയാ? ഈ മുൻപിലിരിക്കുന്ന സ്കൂട്ടർ ആരുടെയാ? അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ പറയാം അത് എൻ്റെയാ, അല്ലേ? അപ്പം ആ സ്കൂട്ടറുമായിട്ട് ആ വ്യക്തിക്ക് എന്തുണ്ട്? ആഴമായ ഒരു ബന്ധമുണ്ട്, അല്ലേ? സ്തോത്രം. ഈ കുഞ്ഞാരുടേതാ? അപ്പൊ ആ കുഞ്ഞിന്റെ അമ്മ പറയും അത് എൻ്റെ കുഞ്ഞാ. സ്തോത്രം. ആ കുഞ്ഞുമായിട്ടൊരു ബന്ധമുണ്ട്. സ്തോത്രം. ഇതുപോലെ കർത്താവ് പറയുകയാ ഞാൻ എൻ്റെ സഭയെ പണിയും. സ്തോത്രം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? കർത്താവുമായി ആഴമായ ഒരു ബന്ധം നിലനിർത്തുന്ന വ്യക്തികളെയാണ് കർത്താവ് പണിയുവാൻ ഇഷ്ടപ്പെടുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അല്ലേ? എല്ലാവരെയും കർത്താവ് പണിയാൻ ആഗ്രഹിക്കും തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. കാരണം കർത്താവിൻ്റെ വാക്കുകളിൽ അല്പം പോലും എന്തില്ല? അതിശയോക്തി ഇല്ല. കർത്താവിൻ്റെ വാക്കുകൾ ഒന്നും എന്തല്ല? പാഴ്വാക്കുകൾ അല്ല. കർത്താവിൻ്റെ വാക്കുകളൊന്നും പുനഃപരിശോധനയ്ക്ക് വിധേയപ്പെടുത്തേണ്ടതായിട്ട് ഇന്ന് വരെ വന്നിട്ടില്ല. അപ്പോൾ കർത്താവിൻ്റെ വാക്ക് അന്നും ഇന്നും എന്നും അത് അങ്ങനെ തന്നെയാണ്. കാരണം അത് കർത്താവിൻ്റെ വാക്കാണ്. അപ്പോൾ ആ കർത്താവുമായുള്ള ഒരു ബന്ധം ദൈവമക്കൾക്ക് എന്നും ഉണ്ടാകണം, എപ്പോഴും ഉണ്ടാകണം. അവരെയോ നോക്കിയാണ് കർത്താവ് പറഞ്ഞത് ഞാൻ എൻ്റെ സഭയെ പണിയും. സന്തോഷമുള്ള ദൈവമക്കൾ,
ഇത്രയേ ഉള്ളോ? ഇത്രയും സന്തോഷമേ ഉള്ളോ? ഓ ഹല്ലേലൂയ! സ്തോത്രം 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 സ്തോത്രം. ഇന്ന് നമ്മുടെ സഭകളിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തണം. ഒന്ന്, ഞാൻ യേശുവിൻ്റേത് തന്നെ ആണോ? ഞാൻ കർത്താവിൻ്റെ തന്നെ ആണോ? രണ്ട്, എൻ്റെ സഭയിൽ യേശു ഉണ്ടോ? ഞാൻ യേശുവിൻ്റെ തന്നെ ആണോ? രണ്ട്, എൻ്റെ സഭയിൽ യേശു ഉണ്ടോ? ഈ രണ്ട് ചോദ്യവും ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഓരോ ദൈവമക്കളുടെയും ഉള്ളിൽ ഉയരുകയും അതിനുള്ള ഉത്തരം നാം കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും ചെയ്യണം. സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനൊരു ചോദ്യം കൊരിന്തിലെ സഭയോട് ഉന്നയിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞതെന്നറിയാമോ? സ്തോത്രം. എല്ലാവർക്കും വിശ്വാസം ഇല്ലല്ലോ. എല്ലാവർക്കും വിശ്വാസം ഇല്ലല്ലോ. അടുത്തത്, രണ്ടാമത് ചോദിച്ച ചോദ്യം, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് അടുത്തിരിക്കുന്നവനെ, നോ 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 നോ, അല്ല 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 അല്ല, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം? ശോധന ചെയ്യണം. സ്തോത്രം. അതിനെ ഞാൻ ഈ നിലയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചെന്നേ ഉള്ളൂ. രണ്ട് ചിന്തകൾ നമ്മിൽ അങ്കുരിക്കണം. നമ്പർ 1, ഞാൻ യേശുവിൻ്റേത് തന്നെ ആണോ? നമ്പർ 2, എൻ്റെ സഭയിൽ യേശു ഉണ്ടോ? ഈ ഉത്തരത്തെ ആസ്പദമാക്കി മാത്രമേ നമുക്ക് കർത്താവിനെ പിൻപറ്റാനായിട്ട് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ! സ്തോത്രം. കുറച്ച് കുറെ നാളുകൾക്ക് മുൻപ് ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ പറഞ്ഞോന്ന് എനിക്കറിയില്ല. സന്ദർഭോചിതമായിട്ട് ഞാൻ പറഞ്ഞു വരും ഓരോ കാര്യങ്ങൾ. ഓർമ്മയിൽ വരുമ്പോൾ വിഷയത്തോടുള്ള ബന്ധത്തിൽ വരുന്ന ഓരോ അനുഭവങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ മുൻപ് കേട്ടിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ ബോറടിക്കത്തൊന്നുമില്ല, ബോറടിക്കണ്ട. സ്തോത്രം. ആവർത്തന വിരസതയായിട്ട് തോന്നുകയും വേണ്ട. സന്ദർഭോചിതമായിട്ട് ഓർമ്മയിൽ വരുന്നത് അങ്ങനെ അങ്ങ് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ദൈവഹിത പ്രകാരമാണെന്ന. സ്തോത്രം. കാരണം ഇത് പറയാൻ വേണ്ടി നിൽക്കുന്നതല്ലല്ലോ. സ്തോത്രം. കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മുടെ അടുത്ത സ്ഥലമായ മാവേലിക്കരയിൽ ഒരു സഭയിൽ ഇങ്ങനെ ഒരു ദീർഘദിവസം നടക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയിൽ എനിക്കും ശുശ്രൂഷിക്കാൻ ഒരവസരം കർത്താവ് തന്നു. അപ്പോൾ പകൽ സെഷനിൽ മറ്റ് പല സഭകളിൽ നിന്നൊക്കെ വിളിച്ചു കൂട്ടിയ കുറച്ചാളുകൾ ഉണ്ടായിരുന്നു. ആ സഭയിൽ കുറച്ച് പേരും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു നല്ല ഗാദറിംഗ് ആയിരുന്നു, നല്ല കൂട്ടമായിരുന്നത്. അപ്പം ഞാനിങ്ങനെ ശാന്തമായി കർത്താവിൻ്റെ വചനം ഇങ്ങനെ ശുശ്രൂഷിക്കാനായിട്ട് മെല്ലെ മെല്ലെ ഞാനിങ്ങനെ ജനത്തിന് ഉള്ളിലേക്ക് അത് കയറണമെന്ന താല്പര്യാർത്ഥം ഓരോ ചിന്തകൾ ഇങ്ങനെ പറഞ്ഞു പോയി. സത്യത്തിൽ അന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ ബുദ്ധിക്കും എൻ്റെ അറിവിനും എൻ്റെ കഴിവിനുമൊക്കെ അപ്പുറത്തുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നതെന്ന് എന്നിൽ വ്യാപരിച്ച ആത്മാവിൻ്റെ നിറവിലും നിയോഗത്തിലും ഞാൻ തിരിച്ചറിഞ്ഞു. സ്തോത്രം. ചില സഭകളിലൊക്കെ ചെല്ലുമ്പോൾ അക്ഷരാർത്ഥത്തിൽ
ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഇവിടെ എന്തോ പറയണ്ടേ? പ്രാർത്ഥിച്ച് വചനം ധ്യാനിച്ച് അപ്പോൾ വായിച്ചപ്പോൾ ഇത് ഈ ദൈവസഭയ്ക്ക് അനുയോജ്യമായ ദൂതാണ് എന്ന ബോധ്യത്തിൽ ദൂതുകളൊക്കെ ഒരുക്കി സഭയിൽ ചെല്ലും. പക്ഷെ 1-2 പാട്ടൊക്കെ പാടി ദൈവമക്കൾ ആത്മാവിലൊക്കെ നിറഞ്ഞ അന്തരീക്ഷം മാറുമ്പോൾ പെട്ടെന്ന് ഉള്ളിൽ സംശയം വരും. അയ്യോ, ഈ ദൂതാണോ ഇവിടെ പറയേണ്ടത്? അപ്പൊ രണ്ടിനാൽ ഞെരങ്ങുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഈ സമയത്ത് ബുദ്ധിക്ക് പിന്നെ വലിയ സ്ഥാനം കൽപ്പിക്കാറില്ല. കൊണ്ടുവന്ന ദൂത് അതുപോലെ അങ്ങ് മടക്കി അങ്ങ് മാറ്റി വെച്ചേക്കും. എന്നിട്ട് പിന്നെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഉള്ളിൽ തേങ്ങിക്കൊണ്ടാ എഴുന്നേൽക്കുന്നേ. കർത്താവേ, എനിക്കൊരു ഒരു 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 നടത്തിപ്പ് വരുന്നില്ലല്ലോ, എന്തു ചെയ്യണം? ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ബുദ്ധിക്കും കഴിവിനും പ്രാപ്തിക്കും അറിവുകൾക്കും ഒക്കെ അപ്പുറത്ത് ഒരു പ്രത്യേകമാകുന്ന തലം സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മളെ സ്വർഗത്തിലെ ആത്മാവ് കയറ്റി നിർത്തി. എന്നിട്ട് പറയും, ഈ ഇവിടെ നിന്നുകൊണ്ട് നീ എന്റെ ജനത്തോട് പറഞ്ഞോളാൻ പറയും. സ്തോത്രം. അങ്ങനെ ഒരു അന്തരീക്ഷം വെളിപ്പെട്ടു വന്ന ആ ദിനത്തിൽ, സ്തോത്രം, അസാധാരണമായ നിലയിലുള്ള ഒരു ആത്മീയ ശുശ്രൂഷയുടെ തലം ദൈവാത്മാവ് അന്ന് പകലിൽ അവിടെ വെളിപ്പെടുത്തി. മീറ്റിംഗ് ആ പകൽ സെഷൻ അവസാനിച്ചു. ഞാനും എന്നാലൊന്ന് വിശ്രമിക്കാമെന്ന് കരുതി ഞാനും പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ ആ സഭയുടെ ശുശ്രൂഷകൻ എൻ്റെ അടുക്കൽ വന്നേച്ചു പറഞ്ഞു, പാസ്റ്ററെ, അതുകൊണ്ട് ഈ സഹോദരി രാത്രി കാണുകയില്ല, ഈ സഹോദരിക്ക് വേണ്ടി പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പലരുമൊക്കെ പോയി പുറത്തൊക്കെ ഇങ്ങനെ നിൽക്കുന്നു, ചിലർ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഹോളിനകത്ത് അവിടങ്ങളിലായിട്ട് കുറച്ച് പേരുണ്ട്. അപ്പൊ ഇത് പാസ്റ്റർ പരസ്യമായിട്ടാ പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന്. അപ്പൊ ഞാൻ വീണ്ടും ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു. ഞാനിങ്ങനെ നോക്കിയപ്പോൾ പലരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം ഈ ശുശ്രൂഷ സമയത്തു പറയുന്ന ആലോചനകൾക്ക് പരിശുദ്ധാത്മാവും കർത്താവും ഒപ്പം കാണും. ഈ സമയത്തെ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ദൈവാത്മാവ് തരുന്ന ആലോചനകൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വള്ളിക്ക് പുള്ളിക്ക് എന്തില്ല, മാറ്റം വരില്ല. സ്തോത്രം. പക്ഷെ ഈ അന്തരീക്ഷം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാനായിട്ടൊരു വ്യക്തി വന്നാൽ, എല്ലാവരുടെയും കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എനിക്ക് വലിയ ഭാരമാണ്. കാരണം എന്തായിരിക്കും പറയാ, പിന്നെ അതിന് ഒരുപാട് സമയം എടുക്കണം. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇത്രയും നേരം ആലോചന പറഞ്ഞിട്ടും ഇവർക്ക് പോരെ, ഇനിതേ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ആ നിൽക്കുന്നവരെല്ലാം ഇങ്ങോട്ട് വന്നാൽ ഇന്ന് എൻ്റെ മിക്കവാറും പണി തീരും. സ്തോത്രം. ഇങ്ങനെ ഞാൻ ചിന്തിച്ചോണ്ട് എന്താണ് എന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഉള്ളിൽ ഞരങ്ങിക്കൊണ്ട് ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ അടുത്തു. അപ്പൊ നമ്മൾ സാധാരണ ഈ ദൈവദാസന്മാർ നമ്മുടെ മുമ്പിൽ പ്രാർത്ഥിക്കാനായിട്ട് വരുന്ന ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ആ വ്യക്തിയുടെ തലയിലേക്ക് കൈവയ്ക്കാറ് ഒരു പതിവുണ്ടല്ലേ. അത് നമ്മുടെ ഒരു ശൈലിയാണ്. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ചു കുറച്ചു നേരം ഞാൻ ആത്മാവിൽ ഇങ്ങനെ ഞരങ്ങി ഒരു 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 നിയോഗം കിട്ടിയതനുസരിച്ച് ഞാൻ ഈ സഹോദരിയുടെ തലയിൽ കൈവയ്ക്കാനായിട്ട് കൈ ഞാനിങ്ങനെ പൊക്കിക്കൊണ്ട് ചെന്ന് ആ സഹോദരിയുടെ തലയിലേക്ക് വെക്കാനായിട്ട് തുടങ്ങുമ്പോൾ ദൈവാത്മാവിന്റെ ഉള്ളിൽ ഇടപെടാൻ തുടങ്ങി. അരുത്, നീ അവളെ തുടരുത്. കഴിഞ്ഞ 9 മാസമായി ഇവൾ എന്റേതല്ല. മനസ്സിലായോ? സ്തോത്രം. ദൈവാത്മാവ് പറയുക, കഴിഞ്ഞ 9 മാസമായി
ഇവള് എന്റേത് അല്ല, നീ അവളുടെ മേൽ കൈ വെക്കരുത്, അവളെ സ്പർശിക്കരുത്, അവളെ തൊടരുത്, ഇവൾ എന്റേതല്ല. സ്തോത്രം. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഈ വ്യക്തിയോട് ഇനി ഞാൻ എന്താ പറയുക? സ്തോത്രം. പക്ഷെ ഈ ദൂത് എൻ്റെ ഉള്ളിൽ വന്നു. ഞാൻ ഈ തലയിൽ വെക്കാനായിട്ട് പോയ കയ്യ്, അപ്പൊ ഞാൻ കണ്ണു തുറന്ന് ഞാനിങ്ങനെ ചുറ്റും നോക്കുമ്പോൾ ആ സഭയുടെ പാസ്റ്റർ എന്നെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഈ ദൈവദാസന്മാർക്ക് കാര്യങ്ങൾ അറിയാമെന്നേ. ഇപ്പം നിങ്ങളെ കുറിച്ച് ഞാൻ എന്തെല്ലാം ദൂത് പറഞ്ഞാലും നിങ്ങളുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ ആർക്കറിയാം? നിങ്ങളുടെ ദൈവദാസൻ അറിയാം. സ്തോത്രം. അപ്പോ ഈ ദൈവദാസൻ എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ തലയിൽ വെക്കാൻ പോയ കയ്യ് അതുപോലെ പുറകോട്ടിങ്ങ് കൊണ്ടുവന്ന് ഞാൻ എൻ്റെ പോക്കറ്റിനകത്തോട്ടാണ് കിട്ടും. സ്തോത്രം. ഉടനെ ആ ദൈവദാസൻ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ തല കുലുക്കിക്കൊണ്ട് സ്തോത്രം സ്തോത്രം. അപ്പോൾ ആ ദൈവദാസന് കാര്യം മനസ്സിലായി. സ്തോത്രം. ഓറലായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. സാധാരണ പോലെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, സിസ്റ്റർ അങ്ങോട്ട് മാറിയിരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും പോയതിന് ശേഷം ആ സഹോദരിയെ വിളിച്ചു, ആ ദൈവദാസനെ വിളിച്ചു, ആ ദൈവദാസന്റെ ഭാര്യയെയും വിളിച്ചു. എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ. അപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവ് തന്ന ആലോചന ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, നിങ്ങളുടെ തലയിൽ കൈവച്ചു പ്രാർത്ഥിക്കാൻ ഞാൻ ഒരുങ്ങി വന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ വിലക്കിയല്ലോ. നിന്റെ മേൽ കൈ വെക്കരുതെന്ന് പറഞ്ഞല്ലോ. നീ കർത്താവിൻ്റെതല്ല എന്ന് പറഞ്ഞല്ലോ. കഴിഞ്ഞ 9 മാസമായിട്ട് നീ കർത്താവിൻ്റെതല്ല എന്നാണല്ലോ ദൈവാത്മാവ് പറഞ്ഞത്. സഹോദരി, ദൈവം മുമ്പാകെ സത്യം പറയൂ, എന്താ അതിൻ്റെ കാര്യം? അത് ശരിയോ? മറുപടി ഒരു വലിയ തേങ്ങലും വലിയ ഒരു കരച്ചിലുമായിരുന്നു മറുപടി. സ്തോത്രം. ആ കാര്യം ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. അപ്പോൾ അന്ന് ഓരോ ശുശ്രൂഷയിലും ഓരോ അനുഭവങ്ങളാണ് ദൈവത്തിന്റെ ആത്മാവ് തന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ പരിശോധനയ്ക്ക് വേണ്ടി ഞാൻ ഈ വാക്കുകളെ ഉയർത്തി കാണിക്കുകയാണ്. ഇന്ന് പകലിൽ ഞാൻ യേശുവിൻ്റെതാണോ? എന്റെ സഭയിൽ യേശുവുണ്ടോ? ഇതിന് ഒരു വലിയ ഉത്തരം ഞാനും നിങ്ങളും കണ്ടെത്തിയേ മതിയാകുകയുള്ളൂ. സ്തോത്രം. അപ്പോൾ യേശു പറയുകയാ, ഞാൻ എന്റെ സഭയെ എന്ത് ചെയ്യും? പണിയും. സ്തോത്രം. അങ്ങനെ കർത്താവ് നമ്മെ പണിയുന്നെങ്കിൽ, സ്തോത്രം, പാതാള ഗോപുരത്തിന് ജയിക്കാൻ കഴിയത്തില്ല. കർത്താവ് നമ്മെ പണിയുന്നുണ്ടെങ്കിൽ നമ്മുടെ സഭ സേഫാണ്. കർത്താവ് നമ്മെ പണിയുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് സേഫ് സോണിലാണ്. കർത്താവ് നമ്മെ പണിയുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സേഫ് സോണിലാണ്. അവര് നമ്മുടെ കൂടെയാകട്ടെ, അവർ നാടിന് പുറത്താകട്ടെ, അവർ രാജ്യത്തിന് വെളിയിലാകട്ടെ, എവിടെയായാലും ഞാൻ കർത്താവിനാൽ പണിയപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ മാത്രമല്ല, എനിക്കുള്ളതും സേഫ് സോണിലാണ്. കാരണം എന്നിലൂടെ എനിക്കുള്ളതിനെ കർത്താവ് സംരക്ഷണം ചെയ്യുക. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന്
ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയട്ടെ, കർത്താവേ ഇന്ന് അവിടുന്ന് എന്നെ പണിയണമേ. ഹല്ലേലൂയ. കർത്താവേ ഇന്ന് അങ്ങ് എന്നെ പണിയണമേ. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, കർത്താവ് നമ്മെ പണിതാൽ മനുഷ്യൻ നമ്മെ പണിയാൻ വരികയില്ല. ഹല്ലേലൂയ. യേശു നമ്മെ പണിതാൽ ലോകം നമ്മെ പണിയുകയില്ല. യേശുവിൻ നമ്മെ പണിതാൽ കോടതി നമ്മെ പണിയുകയില്ല. യേശു നമ്മെ പണിതാൽ നാട്ടുകാർ നമ്മെ പണിയുകയില്ല. എന്നെ പണിയേണ്ടത് ആര്? ആരുടെ പണി എന്റെ മേൽ ഇറങ്ങി വരണം? ഇന്ന് പകലിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തിക്കൊണ്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗം ദൈവസഭ തിരിച്ചറിയട്ടെ. ഹല്ലേലൂയ. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ പടുക. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ മെനഞ്ഞിടണമേ. വാർത്തെടുക്കണേ ദിവ്യഗീതം പോലെ ഏഴയാമന്റെ മെനഞ്ഞിടണമേ. വാർത്തെടുക്കണേ ദിവ്യഗീതം പോലെ ഏഴയാമന്നെ. ഓ കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. ശക്തിയോടെ കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ വണങ്ങിടണമേ. വാർത്തെടുക്കണേ ഹല്ലേലൂയ. തിരുഗീതം പോലെ ഏഴയാമന്നെ. ഓ വണങ്ങിടണമേ. വാർത്തെടുക്കണേ ദിവ്യഗീതം പോലെ ഏഴയാമന്നെ. പണിയണം. സ്തോത്രം. ബ്രദർ ഇപ്പൊ എന്ത് ചെയ്യുന്നു? മനസ്സിലാവുന്നോ? നമ്മൾ നമ്മുടെ മക്കളെ എത്ര കണ്ട് ഇഷ്ടപ്പെടുന്നോ, നമ്മുടെ മക്കൾ നമ്മളെ എത്ര കണ്ട് ഇഷ്ടപ്പെടുന്നോ, അതിൻ്റെ ഇരട്ടി ഇഷ്ടമാണ് കർത്താവിന് നമ്മെ. സ്തോത്രം. കാരണം ആ ചങ്കു തുറന്നത് നമ്മോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. സ്തോത്രം. നമ്മളെ വലയാൻ അനുവദിക്കുമോ നമ്മുടെ കർത്താവ്? വലയാൻ അനുവദിക്കുമോ? നോ, ഇല്ല. നമ്മൾ വലയാൻ കർത്താവ് അനുവദിക്കത്തില്ല. സ്തോത്രം. നമ്മള് വലഞ്ഞു പോകാൻ യേശു കർത്താവ് വിട്ടുകൊടുക്കത്തില്ല. നമ്മളെ ചുറ്റിയിരിക്കുന്നത് കർത്താവിന്റെ സ്നേഹത്തിന്റെ ചരട് കൊണ്ടാ. ഹല്ലേലൂയ. സ്നേഹച്ചങ്ങല കൊണ്ട് അവൻ നമ്മെ ചുറ്റി നിർത്തിയിരിക്കുകയാ. ഈ ബന്ധം തകർക്കാൻ കഴിയുകയില്ല. സ്തോത്രം. ഇതാ ദൈവസ്നേഹത്തിന്റെ ആഴം അല്ലേ? ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, അതിനുള്ള അകലമുയരമാഴം അപ്രമേയമേ അല്ലേ? ഇതാ കർത്താവിന്റെ സ്നേഹം. എന്തോ പേര്? സ്തോത്രം. ഇതാ ദൈവസ്നേഹത്തിന്റെ ആഴം. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ജനത്തിനു വേണ്ടി ദൈവം ഇതൊക്കെ ചെയ്യുമെന്നേ. സ്തോത്രം.
30 ലക്ഷം ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ 50 ലക്ഷം ആളുകൾക്ക് വേണ്ടി പണ്ടെങ്ങാണ്ട് ദൈവം ചെയ്ത ഒരു പ്രവൃത്തി അവിടെ കൊണ്ട് നിന്നുപോയോ? ഇല്ല, അല്ലേ? അത് ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം വീണ്ടും എന്ത് ചെയ്തു? ആർക്ക് വേണ്ടിയാ? അല്ലേ? അതന്നെ, അല്ലേ? ആർക്ക് വേണ്ടിയാ? ഏലീശായിക്ക് വേണ്ടി, അല്ലേ? പണ്ട് ചെങ്കടൽ വറ്റിച്ചത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടിയാ. പക്ഷെ അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി നിന്നുപോയോ? ഇല്ല. അത് ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്യും. ബിജുവിന് വിശ്വസിക്കാമോ? ബിജുവിന് വേണ്ടി അത് ചെയ്യും. സ്തോത്രം. നന്നായി പ്രാർത്ഥിച്ചോ, കേട്ടോ? നന്നായി. ഈ ദിവസം എത്ര നാളുണ്ട് ഇവിടെ? കീഴോട്ടല്ല, മേലോട്ട് തന്നെയാ പിന്നെ മാറ്റങ്ങൾ. സ്തോത്രം. അങ്ങനെ ചില തലങ്ങൾ, അസാധാരണമായ ചില തലങ്ങൾ. ഒരു വാക്യം പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്നുണ്ട്. ഞാനത് പറഞ്ഞ ഉറക്കെ വായിച്ചു തരുമോ? യെശയ്യാ പ്രവചനം 28-ാം അധ്യായം 21-ാം വാക്യം. ഇത് ബിജുവിനോടുള്ള ദൈവത്തിന്റെ ദൂത വചന വെളിപ്പാട്. യെശയ്യാവ് 28-21 ഉറക്കെ വായിക്കുക. യഹോവ തന്റെ പ്രവൃത്തിയെ, ഏത് പ്രവൃത്തി? ആശ്ചര്യ പ്രവൃത്തി. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ പ്രത്യേകത എന്താ? ഉറക്കെ പറ. ആശ്ചര്യ പ്രവൃത്തി. ഒന്ന് ആശ്ചര്യ പ്രവൃത്തി. അടുത്തത് എങ്ങനെ? ഏത് ക്രിയ? ഈ രണ്ട് വാക്കുകളാ ദൈവാത്മാവ് ബിജുവിനെ ഓർമ്മിപ്പിക്കുന്നത്. ഒന്ന് ആശ്ചര്യ പ്രവൃത്തി. പറ, വിശ്വാസത്തോടെ പറ. ആശ്ചര്യ പ്രവൃത്തി. രണ്ട് അപൂർവ ക്രിയ. എന്താ ഈ അപൂർവ ക്രിയ എന്ന് പറഞ്ഞാൽ? എന്ന് പറഞ്ഞാൽ സർവസാധാരണമല്ലാത്തത്. വിശ്വസിക്കുന്നോ? ബിജുവിന് വേണ്ടി അങ്ങനെ ഒന്ന് ചെയ്യുമെന്ന് ബിജു വിശ്വസിക്കുന്നോ? എത്ര ശതമാനം? ഹല്ലേലൂയ. എങ്കിതേ 15 ദിവസത്തെ ലീവ് കഴിഞ്ഞു പൊക്കോ. സന്തോഷത്തിന്റെ നന്മയുടെ വാർത്തകൾ ബിജുവിന് വേണ്ടി സ്വർഗ്ഗം ഒരുക്കും. ഹല്ലേലൂയ. ഈ വചനം ബിജുവിന് തരാൻ കർത്താവ് ഏൽപ്പിച്ച വചനമാണ്. രണ്ട് വാക്കുകൾ. ഒന്ന് ആശ്ചര്യ പ്രവൃത്തി, രണ്ട് അപൂർവ ക്രിയ. ഇതൊക്കെ ദൈവം ചെയ്യാൻ വിശ്വസ്തനാണ്. സ്തോത്രം. ബിജു കർത്താവിൻ്റെതായിട്ട് ബിജു നിന്നാൽ ബിജുവിന് വേണ്ടി കർത്താവ് ഈ വിധമാകുന്ന പ്രവർത്തികളെ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ഞാൻ, യേശു പറഞ്ഞതാ, എൻ്റെ സഭയെ പണിയും. പ്രത്യേകത എന്താ? പാതാള ഗോപുരം അതിനെ ജയിക്കയില്ല. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഞാൻ ആ വചനത്തിലേക്ക് വീണ്ടും നിങ്ങളെ കൊണ്ടുവരിക. ആത്മാവ് സഭകളോട് പറയുന്നത് ആര് കേൾക്കണം? എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സമൂഹപരമായും വ്യക്തിപരമായും സംസാരിക്കാനുള്ള ശേഷി ഇന്നുണ്ട്, ഇപ്പോഴുണ്ട്. സ്തോത്രം. പക്ഷേ ചെവി ക്ലിയർ ആയിരിക്കണം. ഈ കാത് എന്തായിരിക്കണം? ക്ലിയർ ആയിരിക്കണം. പ്രായമുള്ളവരെന്നോ പ്രായം കുറഞ്ഞവരെന്നോ ആണെന്നോ പെണ്ണെന്നോ ഒന്നും കർത്താവിന് എന്തില്ല? ഒരു മാറ്റവുമില്ല, ഒരു വ്യത്യാസവുമില്ല. ഉണ്ടോ? ഇല്ല. സ്തോത്രം. നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ് കർത്താവ് നോക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് എൻ്റെ യേശുവിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കണം. സ്തോത്രം. ദൈവവചനത്തിലൂടെ കർത്താവ് ഇടപെടും.
പ്രവാചകന്മാരിലൂടെ കർത്താവ് ഇടപെടും, പാട്ടുകളിലൂടെ കർത്താവ് ഇടപെടും. സ്തോത്രം. അതൊന്നുമല്ലാതെ നീ ഏകനായിരിക്കുമ്പോൾ നിനക്ക് മനസ്സിലാകുന്ന നിലയിൽ കർത്താവ് നിന്നോട് ഇടപെടും. ഹല്ലേലൂയ. കർത്താവ് ഇടപെടും. സ്തോത്രം. ശൗല് അപ്പന്റെ കഴുതകളെ തേടി ഇറങ്ങി, അല്ലേ? ശമൂവേലിനോട് ദൈവം പറഞ്ഞു, ഒരുത്തൻ വരുന്നുണ്ട്, അവൻ ഇന്ന ഇന്ന വിഷയത്തിലാ വരുന്നേ, അവൻ കറങ്ങാവുന്നിടത്തോളം ഒക്കെ കറങ്ങിയിട്ട് അവസാനം നിന്റെ അടുക്കൽ വരും. സ്തോത്രം. അല്ലേ? അതതിന്റെ കാര്യം. സ്തോത്രം. ഇങ്ങനെ ദൈവം ഇടപെടും. വിശ്വസിക്കുന്നുണ്ടോ? സുതാര്യമായി ഇടപെടും, സുതാര്യമായി ഇടപെടും. സ്തോത്രം. നമുക്കൊരാഗ്രഹം വേണം. സ്തോത്രം. അതാ കർത്താവ് ഇവിടെ പറഞ്ഞ്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന്, എന്തെന്ന്. സ്തോത്രം. അപ്പൊ അങ്ങനെ പറയണമെങ്കിൽ അത്രത്തോളം ഗൗരവം നമുക്ക് ആവശ്യമാണ്. സ്തോത്രം. എന്താണ് എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞത് എന്ന് അറിയത്തക്ക നിലയിൽ ദൈവശബ്ദം കേൾക്കാനുള്ള ഗൗരവം നമ്മുടെ കാതുകൾക്ക് വേണം. സ്തോത്രം. എല്ലാം മറ്റൊന്നും കേൾക്കാൻ നമ്മുടെ കാതുകളെ നമ്മൾ അനുവദിക്കരുതെന്നേ. മനസ്സിലായോ? ഈ പലർക്കും ദൈവശബ്ദം തിരിച്ചറിയാൻ കഴിയാത്തതിൻ്റെ കാരണം അതിനേക്കാൾ ഉപരിയായി മറ്റു പലതിന് ചെവി കൊടുക്കുന്നത് കൊണ്ടാ. സ്തോത്രം. പറഞ്ഞു മനസ്സിലാവുന്നു? നമ്മൾ ഒരു വാർത്ത കേൾക്കാൻ നമ്മൾ കാത് കൊടുക്കുമ്പോൾ ആ കേൾക്കുന്ന വാർത്ത നിമിത്തം നമുക്ക് ഹല്ലേലൂയ പറയാൻ കഴിയണം. അതിനെ ചെവി കൊടുക്കാവൂ. ദൈവമക്കൾ ആളുകളെ പഠിക്കണം, ആളുകളെ പഠിക്കണം. സ്തോത്രം. ആളുകളെ മനസ്സിലാക്കണം. ചില ആളുകൾ കേറി വരുമ്പോഴേ നീ പായ വിരിച്ചോണം. ചില ആളുകളെ നമ്മുടെ അടുക്കലോട്ട് കയറി വരുമ്പോഴേ നീ പായ വിരിച്ചിട്ട് എന്ത് ചെയ്തോണം? അങ്ങോട്ട് ഇരുന്നോണം. വെറുതെ ആണെങ്കിൽ, അവൻ കാണാൻ വേണ്ടിയാണെങ്കിലൊക്കെ ഇരുന്നോണം. ഓ ഞാനേ പായൊക്കെ ഒന്ന് വിരിച്ചതാ, ഒന്ന് ഇരുന്നതാ. സ്തോത്രം. ശരിയല്ലാത്തതാണെങ്കിൽ വന്നതിനേക്കാൾ സ്പീഡിൽ തിരിച്ചു പോകും. സ്തോത്രം. നമ്മുടെ ചെവി നമ്മൾ എല്ലാത്തിനും വിട്ടുകൊടുക്കരുത്. സ്തോത്രം. നമ്മുടെ മൊബൈൽ ഫോണുകളൊക്കെ എന്ത് ചെയ്യണം? ഒന്നുകൂടെ അതൊന്ന് ക്ലിയറൻസ് ചെയ്യണം. അതിനെ എന്താ പറയുന്ന, സോഫ്റ്റ് അല്ലേ? അതെ, അതൊക്കെ ഇവർക്കൊക്കെ അറിയത്തുള്ളൂ. നമ്മുടെ മൊബൈൽ ഫോണുകൾ എന്ത് ചെയ്യണം? ഒന്നുകൂടെ റീസ്റ്റോർ ചെയ്യണം. സ്തോത്രം. കാരണം കേൾക്കരുതാത്തത് പലത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ഇത് കേൾപ്പിക്കുന്നുണ്ട്. സ്തോത്രം. അപ്പൊ നമ്മുടെ കാതുകൾ എല്ലാത്തിനും മറ്റും വിട്ടു കൊടുക്കരുതെന്നേ. നമ്മുടെ നന്മ മുടങ്ങും. നമ്മോടുള്ള ദൈവത്തിന്റെ പ്രവൃത്തിക്ക് തടസ്സം വരുത്തും. സ്തോത്രം. മനസ്സിലായോ? തടസ്സം വരുത്തും. അപ്പോ ഇതാ പറയുന്ന, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവസഭയിൽ കേൾക്കേണ്ടത് കർത്താവിൻ്റെ ശബ്ദമായിരിക്കും. കർത്താവിൻ്റെ ജഡീക ശബ്ദം കേൾക്കാൻ പാടില്ല. സ്തോത്രം. ദൈവസഭയിൽ എന്തേ കേൾക്കാവൂ? ആത്മാവിൻ്റെ ശബ്ദമേ കേൾക്കാവൂ. സ്തോത്രം.
മറ്റു ശബ്ദങ്ങൾക്കൊന്നും ദൈവസഭയിൽ എന്തില്ല? സ്ഥാനമില്ല. ഒക്കെ പുറത്ത്. ആലയത്തിനകത്ത് കാലുകുത്തിയാൽ ദൈവ ശബ്ദമല്ലാതെ മറ്റപശബ്ദങ്ങൾ ഒന്നും ദൈവസഭയ്ക്കകത്ത് അരുത്. സ്തോത്രം. അരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാന് നിങ്ങളുടെ ദൈവദാസനെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. സ്തോത്രം. ഒരു 3 കൊല്ലമൊക്കെ ഒരു സഭ നടത്താൻ പെടുന്ന പാട്. സ്തോത്രം. അയ്യോ, ഒരു 2 കൊല്ലമൊക്കെ, ആദ്യത്തെ ഒരു വർഷമൊക്കെ വളരെ സ്മൂത്തായിട്ടൊക്കെ പോകും. 2ാമത്തെ കൊല്ലത്തിലോട്ട് കയറുമ്പോഴത്തേക്കും പണി വാളാൻ തുടങ്ങും. സ്തോത്രം. ചിലരൊക്കെ ഞായറാഴ്ച സഭായോഗത്തിന് വരുമ്പോൾ ഉള്ളിൽ എനിക്കൊരു പെടപ്പാ, ഇന്ന് സഭായോഗം കഴിഞ്ഞിട്ട് എന്തായിരിക്കും? സ്തോത്രം. ഇതിനൊരു കൃപ വേണോന്നേ. ഇതിനൊരു പ്രത്യേക കൃപ വേണം. സ്തോത്രം. ദൈവം നിലനിർത്തുന്നല്ലോ. കർത്താവ് ഉപയോഗിക്കട്ടെ, പ്രയോജനപ്പെടട്ടെ. എനിക്ക് ഈ രാജൻ പാസ്റ്ററെ കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. സ്തോത്രം. ഞാൻ രാജൻ അബ്രഹാം പാസ്റ്ററിൽ നിന്നാണ് ഈ ദൈവദാസനെ കുറിച്ച് അറിയുന്നത്. ഇങ്ങനെ ഒരു ദൈവദാസൻ അടൂരുണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. ഇങ്ങോട്ട് ഞാൻ കയറി വന്നപ്പോൾ ഞാനിങ്ങോട്ട്, ഇന്ന് നിങ്ങളെല്ലാവരും വരുന്നതിന് മുമ്പ് ഇന്ന് ഞാനാണ് ഇവിടെ വന്നത്. കാരണം കഴിഞ്ഞ 2 പ്രാവശ്യം വന്നപ്പോഴും ഞാൻ അല്പം ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ഇപ്രാവശ്യം വിളിച്ചപ്പോൾ എൻ്റെ ഉള്ളിലൊരു തീരുമാനം വന്നത്, എന്തു വന്നാലും വേണ്ടില്ല, കഴിയുമെങ്കിൽ പാസ്റ്റർ ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ വരണമെന്നുള്ളതായിരുന്നു എൻ്റെ താല്പര്യം. സ്തോത്രം. ഏതായാലും കർത്താവ് എൻ്റെ ആഗ്രഹം അങ്ങ് സാധിപ്പിച്ച് തന്നു. സ്തോത്രം. 8:35 കഴിഞ്ഞപ്പോൾ ഞാൻ കോമ്പൗണ്ടി വണ്ടി കയറ്റി ഇട്ടു. സ്തോത്രം. പിന്നെ ഞാൻ ഇങ്ങനെ ചുറ്റൊക്കെ നടന്ന് മേലെയൊക്കെ കയറി പിസ്ക കൊടുമുടിയൊക്കെ കണ്ട് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്ന് ഇവിടെയൊക്കെ ചുറ്റി ഇങ്ങനെ സ്തോത്രമൊക്കെ ചെയ്ത് അപ്പോഴത്തേക്കും നമ്മുടെ സഹോദരി വന്നു, ലീലാമ്മ സഹോദരി വന്നു. പിന്നെ നല്ല ചൂട് കാപ്പിയൊക്കെ കിട്ടി. അതൊക്കെ കുടിച്ച് ഡ്രസ്സൊക്കെ ഇവിടെ നിന്ന് ഞാനിങ്ങനെ സ്തോത്രം ചെയ്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ താല്പര്യം ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റണം. സ്തോത്രം. അപ്പൊ ദൈവസഭയിൽ മുഴങ്ങേണ്ടത് ദൈവശബ്ദമായിരിക്കും. ഹല്ലേലൂയ. വായിച്ച ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം, വേഗം 10-ാം വാക്യം. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് മതി. അപ്പൊ ദൈവസഭയ്ക്കകത്ത് കർത്താവിന്റെ ശബ്ദമാണ് കേൾക്കേണ്ടത്. സ്തോത്രം. ഈ ശബ്ദം കേൾക്കുമ്പോഴുള്ള ഗുണം, പ്രാഗൽഭ്യമില്ലാത്തവൻ അകന്നു മാറും, പ്രാഗൽഭ്യമുള്ളവൻ ഓടി അകത്ത് കയറും. മനസ്സിലായോ? ദൈവസഭയാം തോട്ടത്തിനകത്ത് ദൈവ ശബ്ദത്തിന് കാതോർത്താൽ 2 സംഭവങ്ങൾ നടക്കും. ആമേൻ. ദൈവശബ്ദത്തിങ്കൽ പ്രാഗൽഭ്യമില്ലാത്തവൻ ഓടി അകലും, പ്രാഗൽഭ്യമുള്ളവൻ ദൈവശബ്ദത്തിങ്കൽ ഓടി അടുക്കും. ഹല്ലേലൂയ. തോട്ടത്തിൽ നിന്റെ ശബ്ദം കേട്ടിട്ട് ഞാൻ നഗ്നനാകയാൽ ഭയപ്പെട്ട് ഒളിച്ചു. ഇന്നും ഇതൊക്കെ നടക്കുന്നുണ്ട്. സ്തോത്രം. ഇന്നും ഇതൊക്കെ നടക്കുന്നുണ്ട്. ദൈവശബ്ദം കേൾക്കുമ്പോൾ ഓടി അടുക്കുന്നവരുമുണ്ട്, ഓടി അകലുന്നവരുമുണ്ട്.
സ്തോത്രം. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഇതിലേത് കണത്തിലാണ് നീ ആയിരിക്കുന്നത്? ദൈവശബ്ദം കേൾക്കുമ്പോൾ ഓടി അടുക്കുമോ? ദൈവശബ്ദം കേൾക്കുമ്പോൾ ഓടി അകലുമോ? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവസഭയിൽ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മൾ പരിപൂർണ സ്വാതന്ത്ര്യമാണ് കൊടുക്കേണ്ടത്. സ്തോത്രം. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യണം? നാം ദൈവാത്മാവിനെ നിയന്ത്രിക്കരുത്. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യണം? നമ്മെ നിയന്ത്രിക്കണം. സ്തോത്രം. ദൈവസഭയ്ക്ക് എല്ലാ കാലത്തും അവൻ ഗൈഡൻസ് തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഗൈഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആത്യന്തികമായ ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടാകാവൂ. സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം. സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 9-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുവാൻ എന്ത് ചെയ്യുന്നു? അഭിമാനിക്കുന്നു. ദൈവമക്കളുടെ അഭിമാനം നമ്മുടെ കർത്താവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതായിരിക്കണം. സ്തോത്രം. അതിന് പൗലോസ് കൊടുത്ത പ്രയോഗം കണ്ടോ? അതുകൊണ്ട് ഞങ്ങൾ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും. ഇതായിരിക്കട്ടെ ദൈവമക്കളെ നമ്മുടെ കാതലായ ലക്ഷ്യം. സ്തോത്രം. മറ്റൊന്നും അതിനകത്തുണ്ടാകരുത്. നമ്മുടെ അജണ്ടയിൽ ഏറ്റവും ഗൗരവമുള്ളത് ഇതായിരിക്കണം. അതുകൊണ്ട് ഞങ്ങൾ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. ഹല്ലേലൂയ. ഈ വിധമായ കാര്യങ്ങളിൽ നമുക്കൊരു അഭിമാനം തോന്നണം. കർത്താവിനെ ആരാധിക്കുന്നതിൽ അഭിമാനം തോന്നണം. കർത്താവിനെ സാക്ഷിക്കുന്നതിൽ അഭിമാനം തോന്നണം. കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്നതിൽ അഭിമാനം തോന്നണം. സ്തോത്രം. ഹല്ലേലൂയ. ആ നിലകളിൽ നമ്മൾ നിന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഗൈഡ് ചെയ്യും. 3 നിലയിലാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. സ്തോത്രം. ദൈവസഭയാം തോട്ടത്തിൽ 3 നിലയിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി തൻ്റെ വേല ചെയ്തെടുക്കും. 3 നിലകളിലാണ്. ഒന്ന് നോക്കിക്കേ. 3 വാക്യങ്ങളൊന്ന് നിങ്ങൾ എനിക്ക് വായിച്ചു തരണം തെളിവിന് വേണ്ടി. സ്തോത്രം. ഹല്ലേലൂയ. 1 ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 5-ഉം 6-ഉം വാക്യം. അടുത്തത്. അപ്പോൾ യഹോവയുടെ ആത്മാവ് എവിടെ വന്നു? അവന്റെ മേൽ വന്നു. ആരുടെ ആത്മാവ്? യഹോവയുടെ ആത്മാവ്. അപ്പോൾ 1 ദൈവത്തിന്റെ ആത്മാവ് മേൽ വെളിപ്പെടുന്ന ആത്മാവാ.
എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് മറ്റുള്ളവർക്ക് കാണാം. മറ്റുള്ളവർക്ക് കാണാം. സ്തോത്രം. മനസ്സിലാവുന്നോ? ഒന്ന്, ദൈവാത്മാവിന്റെ പ്രവൃത്തി മേൽ വ്യാപരിക്കുന്ന ആത്മാവാണ്. അപ്പൊ ആത്മാവ് മേൽ വ്യാപരിച്ചാലുള്ള ഗുണം എന്താ? സ്തോത്രം. നമുക്ക് നേരെ വരുന്നതിനെ കൈകാര്യം ചെയ്യാം. ആർക്ക് കൈകാര്യം ചെയ്യാം? അവരവർക്ക് കൈകാര്യം ചെയ്യാം. അതിന് നമ്മൾ ഒരാളെ വരുത്തിയിട്ട് കാര്യമില്ല. ഈ ഒരു തലത്തിലേക്ക് നമ്മൾ എഴുന്നേൽക്കണം. സ്തോത്രം. ഏത് തലത്തിലേക്ക്? ദൈവത്തിന്റെ ആത്മാവ് മേൽ വെളിപ്പെടുന്നു. സ്തോത്രം. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വെളിപ്പെട്ടാൽ, ആമേൻ, നമ്മുടെ ശരീരത്തിൽ ചില ക്രിയകൾ ദൈവാത്മാവ് ചെയ്യും. സ്തോത്രം. ചെയ്യും. അഗസ്റ്റിൻ ഗോമസ് എന്ന് പറയുന്ന ആ ദൈവദാസൻ ഭ്രാന്തിയായിരുന്ന എൻ്റെ അമ്മയുടെ തലയിൽ കൈവച്ച് 3 പ്രാവശ്യം ഷൗട്ട് ചെയ്തു. ആരെയാണെന്നറിയാമോ? എൻ്റെ മമ്മിയിൽ വ്യാപരിച്ചിരുന്ന ദുഷ്ടവ്യാപാരത്തെ 3ാമത്തെ പ്രാവശ്യം ഷൗട്ട് ചെയ്തപ്പോൾ ആ ദുഷ്ടവ്യാപാരം നീങ്ങിപ്പോകുകയും, ആമേൻ, മാനസിക രോഗിയായിരുന്ന എൻ്റെ അമ്മയിലേക്ക് സുബോധത്തിന്റെ ആത്മാവ് കയറി വരികയും ചെയ്തു. പറഞ്ഞു മനസ്സിലാവുന്നു? സ്തോത്രം. അതാ ദൈവപ്രവൃത്തി. മേൽ വ്യാപരിക്കുന്ന ആത്മാവിന് എത്ര പഴക്കമുള്ള രോഗവും മുറിച്ചു മാറ്റാൻ പറ്റും. സ്തോത്രം. മേൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിന് എത്ര പഴകിയ മാനസിക ഓർമ്മകളും ആമേൻ നിന്നെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റും. സ്തോത്രം. മേൽ വ്യാപരിക്കുന്ന ആത്മാവിന് നമ്മുടെ ക്ഷീണം അനുഭവിക്കുന്ന മേഖലകളിൽ ബലം കൽപ്പിച്ചാക്കുവാനായിട്ട് പറ്റും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന്, ദൈവത്തിന്റെ ആത്മാവ് മേൽ വ്യാപരിക്കുന്ന ആത്മാവ്. ഒരു ബാലസിംഹം അവന്റെ നേരെ വന്നപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ നേരെയല്ല വന്നത്, അവന്റെ മേലിറങ്ങി വന്നു. അപ്പോൾ ശിംശോൻ പ്രാപ്തനായി മാറി. അവനിൽ വെളിപ്പെട്ട ആ പ്രാപ്തി അവൻ ആ സിംഹത്തെ 2ആയി കീറിക്കളഞ്ഞു. അതാണ് മേൽ വ്യാപരിച്ച ദൈവാത്മാവ്. നമ്പർ 2, ഹഗ്ഗായി പ്രവചനം ഒന്ന് എടുത്തേ. ഹഗ്ഗായി പ്രവചനം 2:5 ഒന്ന് വായിച്ചു നോക്കിക്കേ. മതി. എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ. അപ്പോ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ മേൽ വ്യാപരിച്ച ആത്മാവിനെ പറഞ്ഞെങ്കിൽ ഹഗ്ഗായിയുടെ കാലത്തേക്ക് വന്നപ്പോഴത്തേക്ക് എന്തായി? നിങ്ങളുടെ ഇടയിൽ. ഈ ചിലര് പറയും ഗ്യാപ്പില്ലാതെ ഇരിക്കാനൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? സ്തോത്രം. അപ്പൊ നമുക്കിടയിൽ എന്തു വരരുത്? ഗ്യാപ്പ് വരരുത്. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരേണ്ട ഇടത്ത് മറ്റാത്മാവ് കയറി നിൽക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കരുത്. സ്തോത്രം. യഹോവയുടെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ. സ്തോത്രം. ഇനി മറ്റൊരു വാക്യം കൂടെ വായിച്ച എസെക്കിയേൽ പ്രവചനം അതിന്റെ 36-ാം അധ്യായം 27-ാം വാക്യം. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി.
ആത്മാവിന്റെ 3 പ്രവർത്തന മേഖല നിങ്ങൾ ശ്രദ്ധിച്ചോ? 1, മേൽ വ്യാപരിക്കുന്ന ആത്മാവ്. 2, ഇടയിൽ വസിക്കുന്ന ആത്മാവ്. 3, ഉള്ളിൽ ആക്കുന്ന ആത്മാവ്. സോദരം, ഈ 3 വിധമായ പ്രവർത്തികളും ദൈവത്തിൻ്റെ സഭയ്ക്കുള്ളിൽ കർത്താവിൻ്റെ ആത്മാവ് ചെയ്യുന്ന പ്രവർത്തികളാണ്. പക്ഷേ ആ പ്രവൃത്തി ഇന്നും ഇന്നലെയും നാളെയും ഒക്കെ ദൈവം നിരന്തരമായിട്ട് ചെയ്യാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഒരുക്കമുണ്ട്. പക്ഷേ ഞാനും നിങ്ങളും 2 കൊരിന്ത്യർ 5:9 വായിച്ചതുപോലെ, അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. ഇതായിരിക്കണം ദൈവജനത്തിന്റെ ലക്ഷ്യം. ഹല്ലേലൂയ. വിഷപാമ്പ് കടിച്ച വ്യക്തിയെ ഒരു സാധാരണ ദൈവദാസൻ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ വിഷം ഇറങ്ങിപ്പോകുകയും തടിച്ചുകൂടിയ ജനത്തിൽ അനേകർ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു എന്ന് പറയുന്ന അനുഭവത്തിൽ ജീവൻ പ്രാപിച്ച ഒരു മാതാവിനെ ഒരിക്കൽ ഞാൻ കാസർഗോഡ് വെച്ച് ഞാൻ കണ്ടുമുട്ടി. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് അതിനുള്ള ശക്തിയുണ്ട്, വിഷമിറക്കാനുള്ള ശക്തി. സ്തോത്രം. മനസ്സിലാവുന്നോ? ഇത് ദൈവമക്കൾ തിരിച്ചറിയണം. സ്തോത്രം. അപ്പോൾ ഈ ആത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ സഭയിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ ജീവിതത്തിൽ ആ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ലക്ഷ്യം, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, ആമേൻ, കാതലായ ലക്ഷ്യമായിരിക്കണം. അതുകൊണ്ട് ഞങ്ങൾ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. സ്തോത്രം. ഈ ലക്ഷ്യം നമ്മിൽ വെളിപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ അപ്രമാദിത്വ ശക്തി നമ്മുടെ മേൽ വെളിപ്പെടാനിടയായിത്തീരും. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം.